പ്രിയപ്പെട്ടവരെ, പൈശാചിക ശല്യം, പിശാചി ബാധ, ശൈത്താനിൻ്റെ ഭാഗത്തു നിന്നുള്ള എന്ത് ബുദ്ധിമുട്ടുകളാണെങ്കിലും പേടി, ഉറക്കത്തിലുള്ള പേടികൾ, അതുപോലെ കുട്ടികൾക്കുള്ള പൈശാചിക ബാധ, പ്രായമുള്ളവർക്ക് എന്ന വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന 10 പരിഹാരങ്ങൾ ഹദീസിൽ വന്നിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വളരെ ഫലമുള്ള പരിഹാരമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇത് ഖുർആനാണ്, ദിക്റാണ് പറയുന്നത്. അതിൻ്റെ ആദാബുകൾ നമ്മൾ പൂർണ്ണമായും പാലിക്കണം. വുളൂ വേണം, തെറ്റാതെ ഓതണം, നല്ല വസ്ത്രം ധരിക്കണം, നല്ല സ്ഥലമായിരിക്കണം, സംസാരിക്കാൻ പാടില്ല. ഇങ്ങനെ അതിൻ്റെ ഖുർആൻ കൊണ്ട് നമ്മൾ മന്ത്രിക്കുമ്പോൾ, ചികിത്സിക്കുമ്പോഴുള്ള അതിൻ്റെ ആദാബുകളൊക്കെ പാലിച്ചിരിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ 2 ആളുകൾ ഇസ്തബ്ബ ഇന്ദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 ആളുകൾ ചീത്ത പറയുകയും ദേഷ്യം പിടിക്കുകയും അടികൂടുകയും ചെയ്യുന്നു. അങ്ങനെ തഹ്മറ വജ്ഹു അഹദിഹിമ, 2ൽ ഒരാളുടെ മുഖം വിവർണമായി ചുവന്നു വന്നു. അതുപോലെ ഇവിടുത്തെ ഞരമ്പുകളൊക്കെ എഴുന്നേറ്റ് വന്നു. അത്രയ്ക്കും ദേഷ്യം പിടിച്ചു ഒരാൾ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, ലൗ അല്ലിമു കലിമത്തൻ ലൗ ഖാലഹ, ഞാൻ നിങ്ങൾക്ക് ഒരു മന്ത്രം പറഞ്ഞു തരാം. അത് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ദേഷ്യം പിടിക്കുക നമ്മളെക്കാൾ താഴെയുള്ളവർ, നമ്മുടെ കീഴിലുള്ളവരാണ്. ഉദ്യോഗസ്ഥരോട്, ജോലിക്കാരോട്, ഭാര്യമാരോട്, മക്കളോട്, അതുപോലെ വിദ്യാർത്ഥികളോട്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ദേഷ്യം പിടിക്കുക. അപ്പോൾ ദേഷ്യം പിടിച്ച സമയത്ത് നമുക്ക് ചിലപ്പോൾ അടിക്കും, ചിലപ്പോൾ എന്താണോ കിട്ടുന്നത് എടുത്തടിക്കും, പിന്നീടാണ് നമ്മൾ ഖേദിക്കുക. അങ്ങനെ പല വാർത്തകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾ ചെയ്യാൻ പറ്റിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു പരിഹാരമാണ്. കാരണം ഒരിക്കൽ ശൈത്താനോട് ചോദിച്ചപ്പോൾ ശൈത്താൻ പറഞ്ഞത്, ഞാൻ ഏറ്റവും കൂടുതൽ നിന്റെ അടിമകളെ പിഴപ്പിക്കുന്നത് അവർ ദേഷ്യം പിടിക്കുന്ന സമയത്താണ്. ആ സമയത്തായിരിക്കും പല കാര്യങ്ങളും എൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ മന്ത്രം ചൊല്ലിയാൽ മതി. ഇത് നിങ്ങൾ പതിവാക്കുക. എന്താണ് ആ മന്ത്രം? ലൗ അല്ലിമു കലിമത്തൻ ലൗ ഖാലഹ ലദഹബ അൻഹു മാ യജിദ്. അവനിക്ക് എന്താണ് അവൻ്റെ മനസ്സിൽ ആ സമയത്ത്, അവൻ്റെ വികാരം, പ്രയാസം, അവനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അത് മാറണമെങ്കിൽ അവൻ ചൊല്ലിയാൽ മതി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അവിടെ നമ്മൾ പൊതുവെ കുട്ടികളും വലിയ ആളുകളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. അഊദു ബില്ലാഹി, ഔസു വേണ്ട, അഊദു ബില്ലാഹി മിനശ് ഇല്ല, അറബിയിൽ ഷേ ഏകാരം ഇല്ല, ആകാരം ഫത്ഹ. അപ്പോൾ മിനശ്ശൈത്വാനിർ റജീം അങ്ങനെ തന്നെ ചൊല്ലണം, തെറ്റില്ലാതെ. അപ്പോൾ അതാണ് ഏറ്റവും നല്ല ഒന്നാമത്തെ പരിഹാരം. രണ്ടാമത്തത് സൂറത്തുൽ മുഅവ്വിദത്തൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്ർ ബാധിച്ചപ്പോൾ ആ സിഹ്ർ ബാത്തിലാക്കാൻ വേണ്ടി അല്ലാഹു തആല ഇറക്കി കൊടുത്ത 2 സൂറത്താണ് സൂറത്തുൽ മുഅവ്വിദത്തൈൻ, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെറ്റില്ലാതെ അതിൻ്റെ ആദാബോടുകൂടെ, ചിട്ടയോടുകൂടെ പാരായണം ചെയ്യണം. എന്നാൽ സിഹിറിനും മതി, പൈശാചിക രോഗത്തിനും മതി. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഏത് രോഗത്തിനും ഇത് മന്ത്രിക്കാവുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സിഹിർ ബാധിച്ചപ്പോൾ, ഏറ്റവും വലിയ രോഗമാണല്ലോ, പ്രയാസമാണ് സിഹിർ. സിഹിർ കൊണ്ട് എന്തും മനുഷ്യനെ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയാണ്. അപ്പോൾ ആ സിഹിർ ബാധിച്ചപ്പോൾ ഖുർആനിൽ അല്ലാഹു തആല ഇറക്കി കൊടുത്തതാണ് സൂറത്തുൽ മുഅവ്വിദത്തെ 2 സൂറത്തുകൾ. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതഅവ്വദു മിനൽ ജാന്നി വമിൻ ശർരി ശൈത്താനി, ജിന്നിൻ്റെ ഷർറ്, അതുപോലെ ശൈത്താനിൻ്റെ ശല്യം, അതൊക്കെ മാറാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് മന്ത്രിക്കാറുണ്ടായിരുന്നത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്ത് പ്രയാസം വന്നാലും ഈ 2 സൂറത്ത് ഓതി കയ്യിലോതി ശരീരം മുഴുവൻ തടവുന്ന പതിവുണ്ടായിരുന്നു ഉറങ്ങുന്ന സമയത്ത്. അതുപോലെ എന്തെങ്കിലും പനി വന്നാൽ, അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടായാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കയ്യിൽ എപ്പോഴുണ്ടാകുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് ഒക്കെ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാവില്ല, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പരിഹാരമാണ് കഫത്താവു. പിന്നെ അതിന് ശേഷം ഒന്നും വേണ്ടി വന്നില്ല, ഈ 2 സൂറത്ത് തന്നെ ധാരാളം. ഇത് നമ്മൾ എന്തിനും പറ്റും, പക്ഷെ അതിൻ്റെ ആദാബുകൾ പാലിക്കണം. മൂന്നാമത്തതാണ് ആയത്തുൽ കുർസി. ഇതൊക്കെ നമുക്ക് അറിയാം,
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അബൂ ഹുറൈറയെ സക്കാത്ത് ആളുകൾക്ക് വിതരണം ചെയ്യാനുള്ള മുതൽ ഭക്ഷണം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു, ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ആളുകൾക്ക്, അർഹരായ ആളുകൾ കൊടുക്കേണ്ട സക്കാത്തിന്റെ ഭക്ഷണം അതിൽ നിന്ന് ഒരാൾ വന്ന് വാരിയെടുത്തു, ഭക്ഷണം വാരിയെടുത്തു. അപ്പോൾ അയാൾ കൈപിടിച്ചു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിടിച്ച് പറഞ്ഞു, എവിടത്തേക്കാണ് പോകുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ മിസ്കീനാണ്, എൻ്റെ കുടുംബം പട്ടിണിയാണ്, ഞാൻ അർഹനാണ് ഈ ഭക്ഷണത്തിന്. ഞാനത് കേട്ടപ്പോൾ ദയ കൊണ്ട് അയാൾ വിട്ടയച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വഹി മുഖേന അറിഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇന്നലെ നിങ്ങളുടെ അടുക്കൽ വന്ന ആളെ നിങ്ങൾക്ക് അറിയുമോ? അയാൾ ഇനി വീണ്ടും വരും, അതേ കാരണം പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ദിവസം വന്നു, മൂന്നാമത്തെ ദിവസം പറഞ്ഞു. അങ്ങനെ ഈ അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്ന് മുസ്ലിമീങ്ങൾക്ക് അർഹരായ ആളുകൾക്ക് കൊടുക്കേണ്ട സക്കാത്ത് എന്ന അയാൾ ഭക്ഷണം വാരിയെടുക്കുകയും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ അയാൾ സമ്മതിച്ചില്ല. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ വന്നയാൾ അത് ശൈത്താനായിരുന്നു. പക്ഷേ ആ ശൈത്താൻ അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഷർറുകളിൽ നിന്ന് രക്ഷ നേടാൻ ഒരു പരിഹാരം ഞാൻ പറഞ്ഞു തരാം. ആ ശൈത്താൻ പറഞ്ഞു കൊടുത്തത് പരിഹാരം ആയത്തുൽ കുർസിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദേഹം ആ പിശാച് നിങ്ങൾ പഠിപ്പിച്ച ആ സൂറത്ത് അത് വലിയ പരിഹാരമുള്ളത് തന്നെയാണ്, പക്ഷെ അവൻ കള്ളനാണ്. അപ്പോൾ ആയത്തുൽ കുർസി അത് എന്തിനും ശൈത്താൻ്റെ നിന്ന് തന്നെ ഷർറിൽ നിന്ന് പരിഹാരമാണെന്ന് പിശാചുകൾക്ക് വരെ അറിയാം. അപ്പോൾ അത് വലിയ ഫലമുള്ളതാണ്. ആയത്തുൽ കുർസി നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഉറക്കലുണ്ടാകുന്ന ചില ആളുകൾക്ക് ഭയമുണ്ടാകും, അതുപോലെ ഉറക്കലിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുക, പിന്നെ സ്വപ്നങ്ങൾക്ക് കാണുക, ഉറക്കിൽ നിന്ന് സംസാരിക്കുക, അതുപോലെ ഉറക്കിൽ പല്ലുകടി, ഇങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ പല ആളുകൾക്ക് ഏറ്റവും നല്ല വുളൂ ചെയ്ത് ആയത്തുൽ കുർസി ഓതി കടത്തിയാൽ ഇതിനൊക്കെ പരിഹാരം. ഒരു 17 ആയത്തുൽ കുർസി ഓതി കിടക്കുക. ഇതുപോലെ കൂടുതൽ പ്രയാസമുള്ള ആളുകൾ 17 ആയത്തുൽ കുർസി ഓതുക. നാലാമത്തത് സൂറത്തുൽ ബഖറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ തജ്അലൂ ബുയൂതക്കും ഖുബൂറ വഇന്നൽ ബൈത്തല്ലദീ തുഖറഉ ഫീഹിൽ ബഖറ ലാ യഖറബുഹു ശൈത്താൻ. സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിലേക്ക് പിശാച് അടുക്കുക പോലുമില്ല, പ്രവേശിക്കുകയില്ല എന്നല്ല, അടുക്കുക പോലുമില്ല, അതിൻ്റെ പരിസരത്ത് വരെ വരില്ല. അപ്പോൾ സൂറത്തുൽ ബഖറ നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യുക, പതിവാക്കുക. ഇശാ മഗ്‌രിബിനിടയിൽ കുട്ടികൾ നമ്മളൊക്കെ ഇരുന്ന് സൂറത്തുൽ ബഖറ കഴിയുന്നത്ര ഓതുക. അത് വലിയ പരിഹാരമാണ് പിശാചെന്നത്. വീട്ടിൽ എന്തൊക്കെ അനർത്ഥങ്ങൾ, പ്രയാസങ്ങൾ, എന്തൊക്കെ ശബ്ദങ്ങൾ കേൾക്കുക, അതുപോലെ വീടുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ആളുകളുടെ അടുത്ത് പോയി കഷ്ടപ്പെടേണ്ടതില്ല. പറഞ്ഞ ചിട്ടകൾ പാലിച്ചും കൊണ്ട് സൂറത്തുൽ ബഖറ നിങ്ങളുടെ വീട്ടിൽ പതിവാക്കിയാൽ നല്ല പരിഹാരമുണ്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക്. അഞ്ചാമത്തെ ഒരു പരിഹാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅൽ ആയതൈനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ ഫീ ലൈലത്തിൻ കഫതാഹു. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഒരാൾ സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ ആമനർ റസൂൽ എന്ന് തുടങ്ങുന്ന ആ അവസാനം വരെയുള്ള ഈ സൂറത്ത് ഓതിയാൽ അവനിക്ക് വലിയ രക്ഷ, കാവലുണ്ടാകും, പിശാചിൻ്റെ ശല്യങ്ങളിൽ നിന്ന് കാവലുണ്ടാകും. അപ്പോൾ ആയത്ത് ഞാനൊന്ന് തെറ്റില്ലാത്ത രൂപത്തിൽ ഓതി കേൾപ്പിക്കാം. ഇതുപോലെയാണ് നിങ്ങൾ ഓതേണ്ടത്. തെറ്റോടുകൂടെ ഓതിയാൽ ചിലപ്പോൾ ഫലം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഖുർആൻ തെറ്റില്ലാതെ ഓതാൻ വേണ്ടി ശ്രമം നടത്തുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ഇതുപോലെ ആയത്തുകൾ, ഈ പറഞ്ഞ 2 ആയത്ത് തെറ്റില്ലാതെ ഓതുക. ഇത് വലിയ കാവലാണ് ശൈത്താനിൻ്റെ എന്ത് ശല്യങ്ങളിൽ നിന്നും. ആറാമത്തെ പരിഹാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ഹാമീം അൽ മുഅ്മിൻ
ഇലാ ഖൗലിഹി ഇലൈഹിൽ മസീർ. ആയത്തുൽ കുർസി ഹീന യുസ്ബിഹു ഹുഫിള ബിഹിമാ ഹത്താ യുംസിയ വമൻ ഖറഅഹുമാ ഹീന യുംസി ഹുഫിള ബിഹിമാ ഹത്താ യുസ്ബിഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്ന് സൂറത്തുൽ ഗാഫിറിലെ 3 ആയത്തുകളും ആയത്തുൽ കുർസിയും ഒരാൾ രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ അവനിക്ക് വലിയ കാവലുണ്ടാകും. എല്ലാ പ്രയാസങ്ങളും, പിശാചിൻ്റെ ശല്യം, മറ്റുള്ള ജിന്നുകളുടെ ശല്യം, മനുഷ്യൻ്റെ ശല്യം, അതുപോലെ മറ്റുള്ള ശല്യങ്ങളൊക്കെ വലിയ കാവൽ ലഭിക്കാനുള്ള വലിയ ഫലമുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പറഞ്ഞ ഒരു പരിഹാരമാണിത്. തെറ്റില്ലാതെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് ഓതേണ്ട രൂപം ഞാൻ കേൾപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. حاميم تنزيل الكتاب من الله العزيز العليم غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. ആയത്തുൽ കുർസി ഓതേണ്ട ആ രൂപം തെറ്റില്ലാതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഇതുപോലെ ആയത്തുൽ കുർസിയും ഈ 3 ആയത്തുകളും രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾ ഓതാൻ വേണ്ടി ശ്രമിക്കുക. ഏഴാമത്തെ വലിയ ഒരു ഫലമുള്ള എല്ലാ പിശാചിക ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു ദിക്റാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 മറ. രാവിലെ ഓതിയാൽ അവനിക്ക് വലിയ പ്രതിഫലം. 10 അടിമകളെ മോചിപ്പിച്ചതിൻ്റെ കൂലി, 100 നന്മകൾ 100 തിന്മകൾ മായ്ക്കപ്പെടും. ശൈത്താൻ ഇന്നത്തെ ദിവസം അവനിക്ക് പൂർണ്ണമായും പൈശാചിക ശല്യത്തിൽ നിന്ന് അവനിക്ക് സംരക്ഷണമുണ്ടാകും. അപ്പോൾ ആ ദിവസം എന്ത് ചെയ്യാം, ദിക്ർ 100 വട്ടം കഴിയുന്ന ആളുകൾ സുബഹി നിസ്കരിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷമോ ചൊല്ലാൻ വേണ്ടി പതിവാക്കുക. ഇത് ഒരുപാട് മഹാന്മാർ ഇജാസത്ത് കൊടുക്കുന്ന ഒരു ദിക്ർ. 8ാമത്തതാണ് കസ്റത്തു ദിക്രില്ല, ദിക്റുകൾ വർദ്ധിപ്പിക്കുക. അത് പിശാചിൻ്റെ ശല്യം മാറാനുള്ള ഒരു വഴിയാണ്. അതിൽ നമ്മുടെ മഹാന്മാർ പ്രത്യേകമായി ഇജാസത്ത് തരുന്ന ഒരു 4 ദിക്റുകൾ ഞാൻ പഠിപ്പിച്ചു തരാം. നിങ്ങൾ വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ മനസ്സിൽ വിശ്വാസങ്ങൾ ഉണ്ടാകുക, പേടി, എനിക്ക് രോഗമുണ്ടോ, സിഹറുണ്ടോ, അല്ലെങ്കിൽ പൈശാചിക ബാധയുണ്ടോ, ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വുളൂ ചെയ്യുക, നല്ല വസ്ത്രം ധരിച്ച് അത്തറൊക്കെ പൂശി ഖിബ്ലയിലേക്ക് മുന്നിട്ട് ശാന്തമായ ഒരു സ്ഥലത്തിരുന്ന് 11 അസ്തഗ്ഫിറുല്ലാഹൽ അദീം, വലിയ മഹത്വമുള്ള ദിക്റാണ്. 11 അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലുക. അതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് 11. അതുപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇതിലെല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. വലിയ ദിക്റാണ് ഇത്. അപ്പോൾ ഇതും 11 വട്ടം. അതുപോലെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഈ 4 സ്വലാത്ത് ഉൾപ്പെടെ ഈ 4 ദിക്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, പതിവാക്കിയാൽ, അല്ലെങ്കിൽ ദുആ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഉണ്ടാകുമ്പോൾ ഈ 4 ദിക്റുകൾ 11 പ്രാവശ്യം ചൊല്ലി ദുആ ചെയ്യുക. കാര്യങ്ങൾ സാധിക്കും, വലിയ സംരക്ഷണം ഉണ്ടാകും. സിഹർ വരെ ബാത്തിലായ അനുഭവങ്ങൾ ഒരുപാട് ആളുകൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു ദിക്റാണ്. ഇത് പതിവാക്കുക. 9ാമത്തേത് അൽ വുളൂഉ വസ്സലാ. വലിയ പ്രയാസമാണ്, അല്ലെങ്കിൽ ദേഷ്യം വരികയാണ് ഭാര്യയോടും മക്കളോടും. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, ദേഷ്യം എന്നുള്ളത് അത് ജംറത്തും മിനശ് ശൈത്താൻ, ജംറത്തും ഫിൽ ഖൽബ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഗളബ് എന്ന് പറഞ്ഞാൽ ജംറത്തും ഫി ഖൽബി ഇബ്നി ആദം, മനുഷ്യൻ്റെ ഖൽബിലുള്ള ഒരു തീക്കട്ടയാണ്. അത് ശൈത്താനിൽ നിന്നാണ്. കാരണം ശൈത്താൻ തീയിൽ നിന്നുള്ളതാണ്. അപ്പോൾ തീയെ കെടുത്തണമെങ്കിൽ എന്ത് വേണം, വെള്ളം ആവശ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, വുളൂ ചെയ്യുക. ദേഷ്യം വരുമ്പോൾ, പ്രയാസമുണ്ടാകുമ്പോൾ,
തെറ്റായ കാര്യങ്ങളിലേക്ക് പോകാൻ നമ്മുടെ മനസ്സിൽ ചിന്ത തരുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യനെ വ്യഭിചാരത്തിലേക്ക് തെറ്റിലേക്ക് ക്ഷണിക്കുന്ന പ്രത്യേക ശൈത്താന്മാരുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സൂറത്തു നൂറിൻ്റെ ഒരു പ്രത്യേക ഇജാസത്ത് ഉണ്ട്. ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ ആ സൂറത്തു നൂറിൻ്റെ പ്രത്യേകമായ ഇജാസത്ത് അത് ഓതേണ്ടത്. അപ്പോൾ അത് ഓതിയാൽ ഇത്തരത്തിലുള്ള ചിന്തകൾ നമുക്ക് മനസ്സിൽ നിന്ന് പോകും. ചില ആളുകൾക്ക് ഇതുപോലുള്ള അവിഹിതമായ ബന്ധങ്ങൾ, വിചാരം, തുടങ്ങി തെറ്റായ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രത്യേകമായ ഇജാസത്താണ് സൂറത്തു നൂറിൻ്റെ ഇജാസത്ത്. അത് ആവശ്യമുള്ളവർക്ക് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ പ്രത്യേകം ഞാൻ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ദേഷ്യം പിടിക്കുകയോ പ്രയാസം ഉണ്ടെങ്കിൽ വിശാചുണ്ടെങ്കിൽ വുളൂ ചെയ്യുക, 2 റക്അത്ത് നിസ്കരിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, വലിയ ഫലമുണ്ടാകും. 10ാമത്തെ ഒരു പരിഹാരമാണ്. ഇത് പല ആളുകൾക്കും സാധിച്ചു കൊള്ളണമെന്നില്ല, സാധിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷേ ഇത് ചെയ്യണം, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. എന്നാൽ ഒരുപാട് തെറ്റുകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനും ഇതുപോലെ പിശാചിൻ്റെ ദുർമന്ത്രം, ദുർബോധനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയ ഫലമുള്ള ഒരു പരിഹാരമാണ്. അവസാനം ഒരുപാട് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു പരിഹാരമാണ്. 4 കാര്യങ്ങൾ. ഒന്നാമത്തേത് ഇംസാഖു ഫുളൂലി നദ്രി വൽ കലാമി വത്തൊആമി വമുഖാലത്തത്തി നാസ്. ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കുക, ആവശ്യമില്ലാത്ത നോട്ടങ്ങൾ ഒഴിവാക്കുക, അതുപോലെ കൂടുതൽ ഭക്ഷണം അത് ഒഴിവാക്കുക, അതുപോലെ ആളുകളുമായി കൂടിക്കലരുക ആവശ്യമില്ലാതെ അത് പരമാവധി ഒഴിവാക്കുക. പ്രത്യേകിച്ചും മോശമായ ആളുകളുമായി കൂടിക്കലരുന്നത് നമ്മൾ പ്രത്യേകിച്ചും ഒഴിവാക്കുക. എന്നാൽ തന്നെ പിശാച് നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന അസൂയ, അഹങ്കാരം, ഗീബത്ത്, നമീമത്ത്, ഫിത്ന, ഫസാദുകൾ, ഇങ്ങനെ തുടങ്ങി കളവ് പറയൽ, ഇതൊക്കെ നമ്മൾ വരുന്നത് ആളുകളുമായി ഇടപഴകുമ്പോഴാണ്. അപ്പോൾ ആളുകളുമായി ഇടപഴകലും ആളുകളുമായി ഒത്തുചേരുന്ന സന്ദർഭങ്ങൾ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ആവശ്യമുണ്ടാകുമ്പോൾ മാത്രം നല്ല ആളുകളുമായി സഹവസിക്കുക, അതും ആവശ്യത്തിന് വേണ്ടി മാത്രം സംസാരിക്കുക. എന്നാൽ പിശാചിൻ്റെ ഒരു വലിയ ശല്യത്തിൽ നമുക്ക് മാറി നിൽക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഓരോ വീഡിയോകളിലും ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരുപാട് ആളുകളിൽ എത്തിക്കാനും മറന്നു പോകരുതെന്ന് പ്രത്യേകം അറിയിക്കുന്നു.